എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് സിനിമകളുടെ ലിസ്റ്റിൽ ടോപ്പിൽ വരുന്നൊരു സിനിമ തന്നെയാണ് മങ്കാത്ത. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആക്ഷൻ രംഗങ്ങളാണെങ്കിലും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും പിന്നെ അജിത്തിൻ്റെ മാസ് പെർഫോമൻസും ടോട്ടലി പറയുകയാണെങ്കിൽ ആ സിനിമ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ വെങ്കട് പ്രഭു അതുപോലെ തന്നെ ദളപതി വിജയും കൂടെ ഒന്നിക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട്. ഒരു സിനിമ കൂടി വിജയുടേതായിട്ട് വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സിനിമകളൊക്കെ നിർത്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ദി ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അദ്ദേഹം സിനിമയൊക്കെ നിർത്തുന്നതിന് മുമ്പ് ഒരു കിഡിലോസ്കി ആക്ഷൻ മാസ് പടം നമുക്ക് തരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. அன்னை வரார் வழி விடு. கொள்ளலாம். உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operation. Hostage negotiator, field agent, spy. മുട്ടനെ ഇൻട്രോ കേട്ടോ. He is a goat of sats. ഗോട്ട് എവിടുന്നാ വന്നെന്നുള്ളത് കണ്ണെടുക്കാൻ പറ്റില്ലല്ലോ. കുറേ സംഭവങ്ങൾ ബാക്കി ഒന്നോ குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. இனிமே சத்தியமா கூட்டி கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி மொமெண்ட். அறிவு கடை உனக்கு மிஷனுக்கு ஃபேமிலியோட ஹாலிடே போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயின காந்தியும் அனுபவிக்கணும். இல்லப்பா, you're in danger. ஓ, இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. ஓ அடிப்பொலி. பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டுட்டு இருக்கீங்க. உன்னால முடியலன்னா சொல்லு, நான் பண்றேன். എത്ര റോള്. ഡബിൾ റോളെന്ന് വിചാരിച്ചപ്പോൾ ഇത് ട്രിപ്പിളാണോ? ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? ஓ ஓ, எவ்வளோ வயசான என்னையா? A lion is always a lion. that was cool. Do you think you can stop me? Do you think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா, ஹையா. വി ആർ വെയിറ്റിംഗ് അങ്ങനെ പറയാം. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൽ എത്ര റോൾസ് അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് മനസ്സിലായിടത്തോളം ഡബിൾ റോളാണ്. മിക്കവാറും ഒരു പഴയ കഥ, ഒരു ബാക്ക് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിജയുടെ പല മാനറിസംസ് നമുക്കിതിൽ കാണാൻ പറ്റും. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാനറിസം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടിപ്പിക്കൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറച്ച് ഫൺ എലമെൻറ്റ് സംഭവങ്ങളൊക്കെയുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ വളരെ യങ്കറായിട്ടുള്ളൊരു വേർഷനുണ്ട്. ആ യങ്കർ വേർഷന് ഈ പറഞ്ഞ സീരിയസ് മാനറിസം ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഫൺ എലമെൻറ്റും ഉണ്ട്. കൂടുതലും കുറച്ചുകൂടി ഒരു സീരിയസ് ലെവലിലാണ് ആ ഒരു യങ്കർ ക്യാരക്ടറിനെ നമ്മൾ കാണുന്നത്. VFX CG വർക്കൊക്കെ ആയിട്ടാണ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഏജ് കുറച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചൊരു ഇത് തോന്നി. മേ ബി സിനിമ കാണുമ്പോൾ അത് തോന്നില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിവേ, ആക്ഷൻ ഉണ്ട്, ത്രൂ ഔട്ട് ആക്ഷൻ എന്നുള്ളൊരു ഫീല് ഈ ഒരു ട്രെയിലർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആക്ഷൻസ് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിച്ചുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെനിക്ക് വേണ്ട, എനിക്ക് സിനിമ കണ്ടാൽ മതി എന്നുള്ളൊരു ഫീലിലേക്ക് എത്തിപ്പോയി. ഒരു സിനിമ കണ്ട ഫീൽ തന്നെയായിരുന്നു. ഒരു ഫീലിനൊരു കയറ്റിറക്കം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഭയങ്കര ഒരു ഗംഭീരം
ദെൻ മിഡിലേക്ക് എത്തിയപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയി, പിന്നെ ഓക്കെ എൻഡിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് കയറി. ആ ഒരു രീതിയിലുള്ള ട്രെയിലറാണ്. സിനിമയും അങ്ങനെ ഒരു വേവ് ആയി പോകാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രതീക്ഷ തരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വെങ്കട് പ്രഭു, പിന്നെ വിജയ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു, നല്ല മ്യൂസിക്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ ആ ഒരു ജിൽ ഫീലിൽ ഞാൻ ട്രെയിലർ കണ്ടു, എൻജോയ് ചെയ്തു. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ചെറിയ അവിടെ കുറച്ച് മിസ്സിംഗ് ഒക്കെ ഫീൽ ചെയ്തു. പക്ഷേ സിനിമയെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷകളാണുള്ളത്. അപ്പോൾ ട്രെയിലർ കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.